മറ്റാരുണ്ട് LDF അല്ലാതെ? തലശ്ശേരിയിലേക്ക് പോകാം. തലശ്ശേരിയും ഈ പറഞ്ഞ മാതിരി ഉറച്ച LDF കോട്ടയാണ്. തലശ്ശേരിയിൽ LDFൽ നിന്ന് ഇത്തവണ ആരാണ്? കാരായി രാജനാണ്. യെസ്, കാരായി രാജൻ നിയമസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചു കൊടുത്ത മണ്ഡലമാണത്. തലശ്ശേരിയിൽ മറ്റൊന്നും സംഭവിക്കാനില്ലെന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ കാരായി തന്നെ വരണമെന്ന തീരുമാനത്തിൽ തലശ്ശേരി മണ്ഡലത്തിൽ കാരായി രാജനെ ഫീൽഡ് ചെയ്യുകയായിരുന്നു LDF. UDFൽ നിന്നും KP സാജുവാണ്. ഇന്ത്യയിൽ നിന്നും O നിതീഷാണ്. 2021 N ഷംസീറാണ്. ലീഡ് 36,801 ഓർക്കണം. ഷാഫി വടകരയിൽ 1.25 ലക്ഷം വോട്ടിന് ജയിക്കുമ്പോഴും LDFന് ലീഡ് കൊടുത്ത മണ്ഡലമാണ് തലശ്ശേരി എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 38,000 വോട്ടിന്റെ ലീഡ്. 38,000 വോട്ടിന്റെ ലീഡ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, UDFലെ ഒരു MLA മത്സരിക്കണ്ട എന്ന് പറഞ്ഞു. ആരോടാണ്? UDFലെ ഒരു MLA മത്സരിക്കണ്ട എന്ന്, പെരുമ്പാവൂര് മത്സരിക്കണ്ട എന്ന് പറഞ്ഞു. എന്തൊരു ബഹളായിരുന്നു അല്ലേ? ഇവിടെ ഷംസീറിനോട് മത്സരിക്കേണ്ട എന്ന് പറയാണ്. ഷംസീർ ബാറി സ്പീക്കറാണ്. ഷംസീറിന്റെ കൂടെ സമപ്രായക്കാരായി എല്ലാവരും മത്സരിക്കുകയാണ്. ഷംസീറിനോട് മത്സരിക്കേണ്ട എന്ന് പറയാണ്. ഷംസീർ എത്രയാണ്? പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് അതാണ്. മാറി നിൽക്കുന്നു മാത്രമല്ല, കാസർഗോഡ് തിരുവനന്തപുരം വരെ മണ്ഡലങ്ങളിൽ അല്ല ആണ് ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നത് പാർട്ടി അച്ചടക്കം എന്നാണ് ഞാൻ പറയുന്നത്. ഈ LDF UDF തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പല കാലത്ത് കോൺഗ്രസും CPM തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വ്യത്യാസമാണ് പറയുന്നത്. ഇവിടുന്ന് MLA മാറ്റുമ്പോഴേക്ക് നേരെ ഡൽഹിക്ക് ഓടുന്നു. എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് ആ മണ്ഡലം എടുക്കാൻ അതാണ് പാർട്ടിയുടെ അച്ചടക്കം. അതാണ് ഏത് ജനാധിപത്യം. ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ MLA ആയിരിക്കണം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതാണ് ജനാധിപത്യം. മത്സരിപ്പിക്കണമെന്നാണ് UDF തീരുമാനിച്ചത്. വ്യവസ്ഥ വിജയിക്കുന്ന ഷുവർ സീറ്റുകളിൽ ആവർത്തിക്കേണ്ടതില്ല എന്നാണ് CPM-ന്റേത്. സ്വാഭാവികമായിട്ടും ഷംസീർ അതിന് വിധേയനാകും. ഇപ്പുറത്ത് മറ്റെല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുമ്പോൾ അതാണ് ഈ പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്. പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ഞാൻ MLA ആയി കഴിഞ്ഞാൽ മരിക്കുന്നിടത്ത് വരെ MLA ആയിരിക്കണം, മരിക്കുന്നിടത്ത് മന്ത്രി ആയിരിക്കണം. പോരാട്ടമാണ്. സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്ന തീരുമാനം കോൺഗ്രസ് എടുത്താണ്. അതിന് വിഘാതമായിട്ടാണ്, അതിനെ മാറ്റിവെച്ചുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയോട് മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, M വിൻസെന്റിനെ മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും ചേരാത്തത് കൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി ആ വിവാദം ഉയർത്തിയത്. ശരി, അപ്പോൾ തലശ്ശേരിയിലെ ജയസാധ്യത നോക്കാം. കാരായി രാജൻ തന്നെ എത്തുമെന്ന് നമ്മുടെ സർവേ പറയും, നമ്മുടെ ട്രെൻഡ് പറയും. കാരായി രാജൻ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തും. കാരായി രാജൻ നിയമസഭയിൽ എത്താൻ വേണ്ടിയാണ് തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയായത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും, മറ്റൊന്നും ഉണ്ടാകില്ല. രാവിലെ 8 മണിക്ക് വിജയിക്കുന്ന മണ്ഡലം.